ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവും. അകത്തേക്ക് എല്ലാം അനുവാദം തരും. അവിടെ നിൽക്കാൻ അവൻ വേഗം അവിടുന്ന് പോകുന്നു. അവൻ ഈ ആലോചിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല. ഭൂതങ്ങളത്തിപ്പെടുത്താം. അവൻ എന്താ പറയുക ചാത്ത അവിടുത്തെ പറയുന്നേ ഉള്ളൂ. അവൻ വേഗം ഭഗവാന്റെ കൂടെ അടുത്ത് വന്ന് എന്താ ഉണ്ടായത്? ഇവിടെ ഗോപുരത്തമ്മ ചിലവര് വിടം കൊണ്ടിട്ടുണ്ട്, കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആരാത്? ഞങ്ങള്. ആര്? ഞങ്ങളൊന്നും ചില ആൾക്കാരോ? ഏയ്, അങ്ങനെ ചില ആൾക്കാരില്ല. ഉവ്വാദേ ഗോപുരത്തമ്മ നിൽക്കണ്ടേ, ഞാൻ കണ്ടെത്താ വരുന്നത്. ആര്? ഞങ്ങള്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഭൂതഗണങ്ങളാണോ? അതല്ല, അതാ ഡിയങ്ങളാ. ഇല്ല, ഇത് ഞങ്ങളാവില്ല, തങ്ങളവും അങ്ങനെ ചില കൂട്ടരുന്നത് കേട്ടിട്ടുണ്ട്. അതല്ല, ഇത് ഞങ്ങൾ തന്നെയാ, സംശയമൊന്നുമില്ല, ഞങ്ങൾ തന്നെയാ. ഞങ്ങളാന്ന് ചില ആൾക്കാര്. അങ്ങനെ ചില ആൾക്കാരില്ല. അതേ എന്താ ആരാ എന്താന്ന് സൂക്ഷം കിട്ടും അല്ലെ? തിരിച്ചറിയാമോ അല്ല ആധാരോ എന്തെങ്കിലും ഉണ്ടോ നോക്കും. ഇപ്പൊ അതില്ലാതെ ഒന്നും നടക്കില്ല. അങ്ങനെ ആയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ കട്ടി വിട്ടാൽ മതി. അല്ലെങ്കിൽ അവൻ സമ്മതം ഇല്ലാണ്ട് അങ്ങോട്ട് പോയത് തന്നെ. ഈ ഭഗവാന്റെ അങ്ങോട്ട് കേട്ടോ കൊള്ളാത്ത ഭഗവാൻ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നിട്ട് കൊടുത്തിട്ട് കാര്യമല്ല, എന്നെ ഇവിടുത്തെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നേക്കാം. എന്താ ഈ പോയിട്ട് എന്താ പോയിട്ട് പോയ പോലെ അങ്ങോട്ട് പോന്നു. അത് തന്നെ. അല്ല, നീ അവിടെ ചെന്ന് ഭഗവാനോട് കാര്യം പറഞ്ഞപ്പോ എന്താ അദ്ദേഹം പറയും? ഇങ്ങനെ ചില ആൾക്കാരില്ലാന്ന്. അയ്യോ, എന്താ അങ്ങനെ പറഞ്ഞ? അത് അദ്ദേഹത്തോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ആൾക്കാരില്ലാന്നാ പറയണ്ടായത്. അല്ല, നീ അവിടെ ചെന്നിട്ടേ ആര് കാണാൻ വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞങ്ങള് കാണാൻ വന്നിട്ടുണ്ടെന്ന്. ഏട്ടാ, അങ്ങനെ പറഞ്ഞ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവോ? എടാ, ഞങ്ങളെ കുറിച്ച് ഞങ്ങള് പറയുമ്പോ ഞങ്ങള് എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് നീയെ ഞങ്ങളെ കുറിച്ച് പറയുമ്പോ ഞങ്ങള് എന്ന് പറഞ്ഞാൽ ശരിയാവോ? നിങ്ങൾ ഞങ്ങളോ നിങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യം. ഞാനല്ലേ അവിടെ നിന്ന് പറയാൻ പോണെന്ന് നിങ്ങൾക്ക് അറിയില്ല. പരിഭാഗത്തിന് വേണ്ടി പറയാം. അല്ലാതെ നിങ്ങൾക്ക് തോന്നിയെന്ന് പറയാതെ നിങ്ങൾ വേണ്ട പോക്കോളെ. അയ്യോ, അത് ഞങ്ങളെ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പ്രത്യേകിച്ച് ഒന്നും പറയാതിരുന്നത്. അതെ ഇവിടെ വന്ന് വേണം പോകുന്ന ആൾക്കാർ 4 പേരും കുറിച്ച് വെച്ച് കാണാതെ പിടിക്കലല്ലേ. എനിക്ക് വേറെ പണിയൊന്നുമില്ല അവിടെ. അയ്യോ, നീ ശുദ്ധി എടുക്കാണ്ടിരിക്കേ. എന്നാൽ കാര്യം ഇതാ മതി, ഞങ്ങളുടെ പേര് പറഞ്ഞാൽ മതി. പേര് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും. അപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ആദ്യം ഞങ്ങൾ പറയായിരുന്നില്ലേ? അത് പറഞ്ഞല്ലോ, നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിച്ചിട്ടാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണ്, സംഭവിച്ചു നോക്കണം. നീ ഒന്നും ചെന്ന് പറയേ. ഈ പേര് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും. വിഷമൊന്നും ഉണ്ടാവില്ല. ആവോ, ഇനി അതെന്തോന്നാണാവോ? പേര് പറഞ്ഞാൽ മനസ്സിലാവോ? പറഞ്ഞാൽ മനസ്സിലാവും. ഉറപ്പാണോ? ഉറപ്പാണ്. എന്താ നിങ്ങളുടെ പേര്? അത് പറയാൻ നിങ്ങളുടെ പേര് എന്താ? അപ്സര സ്ത്രീകള് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. എന്താ പേര് പറഞ്ഞത്? അപ്സര സ്ത്രീകള്. ഈ പേര് പറഞ്ഞിട്ട് നിങ്ങൾ കാണില്ല. എന്താ ഞാൻ പറയില്ല. എന്താ നീ പറയാത്തത്? എനിക്ക് എന്റെ വയ കൊണ്ടിട്ട് വേണ്ടേ പറയാൻ. ഈ വയ കൊല്ലാത്ത പേരും കൊണ്ട് തന്നേക്കല്ല എന്നെ ഉദ്യോഗിക്കാൻ വേണ്ടിട്ട്. അയ്യോ, നീ ഒന്ന് ശ്രമിച്ചാ മതി. അതെ, ഒന്ന് പറഞ്ഞാൽ നിനക്ക് പറ്റും. ഗ്രഹപ്പഴ നാരാണോ ഒഴിച്ചായപ്പോ കണി കാണേണ്ടത്. ഇങ്ങനെ അപകടം പിടിക്കാനായിട്ട് കുറെ ഇടങ്ങൾ വേഷം കെട്ടി പുറപ്പെട്ടിട്ടുണ്ട്. എന്താ ചെയ്യാ? അതെ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. നല്ല നേരെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പറ്റിയാൽ നിങ്ങളുടെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. എന്താ പേരൊന്ന് പറയാൻ? അപ്സര സ്ത്രീകള്. വേണ്ട, ഇത് പറയാൻ പുറപ്പെട്ടാൽ എനിക്ക് അപകടം. ഇത് പോയോ? അതെ, ഈ പേര് പറഞ്ഞിട്ട് നിങ്ങൾ കാണില്ല, സംശയില്ല. നിങ്ങൾ പറഞ്ഞു പോകോളെ. ഞങ്ങൾ വേറെ ഒരു പേര് പറയാം, അത് പറഞ്ഞാലും മതി. അപ്പൊ ഇതിങ്ങനെ എടുക്കാൻ പാകത്തിന് കുറെ ഉണ്ടല്ലോ കയ്യില്. അല്ല, നിനക്ക് ഈ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പേര് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും. അതുകൊണ്ട് പറഞ്ഞതാണ്. പുതിയ പേരൊന്ന് കേട്ടെ. ഇത് വേറൊന്നുമല്ല, സ്വർഗസ്ത്രീകൾ എന്ന് പറഞ്ഞാലും മതി. എന്ത് സ്ത്രീകൾ? സ്വർഗസ്ത്രീകൾ. അത് വേണ്ട. ഇത് ഞാൻ പുറപ്പെട്ടാൽ സ്വർഗങ്ങൾ കഴിയല്ലോ. അല്ലാതെ അങ്ങോട്ട് കിടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. വേണ്ട. ഇതിനേക്കാൾ പേര് ആദ്യത്തെ പേര്. ആദ്യത്തെ പേരെന്ന് പറയേ. ആദ്യത്തെ പേരില്ലേ? അപ്സര സ്ത്രീകള്. അവൻ ഭൂതകടത്തിൽപ്പെട്ടതാണ്. അവന് ഈ അക്ഷരജ്ഞാനൊന്നുമില്ല. അപ്പോ ഒറ്റയ്ക്കുള്ള അക്ഷരമുള്ള പേര് പറയാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ആള്. അപ്പോ കൂട്ടക്ഷരയാള് പറയാനുള്ള കഥ പറയാനുണ്ടോ? വൃങ്കിലടിക്കെന്ന് വിചാരിക്കണ്ട. കൂട്ടക്ഷരം എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചു നോക്കോളൂ. കൂട്ടക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയ? ഉണ്ടോ? കണ്ണു വിളിക്കായിരുന്നട്ടെ.
ഇങ്ങനെ സാധനം ഇപ്പൊ തന്നെ കേൾക്കണം. എന്താ അങ്ങനെ അക്ഷരം അങ്ങനെ ചെയ്യേണ്ടി അക്ഷരമൊക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കി പിന്നെ എങ്ങനെ മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക. അപ്പോ ഇത് സ്വതേ തന്നെ ഭൂതകത്തിൽപ്പെട്ട അക്ഷരജ്ഞാനമില്ല കേട്ടോ. അവന് ഇങ്ങനെ വാക്കുകൂടെ ആയിട്ട് ഞാൻ പറയാൻ പറ്റുമോ? അതാ ഞാൻ പറയാനില്ല തോന്നേ. അതെ എന്ന് പറയാൻ എന്താ പേര് വന്നേ? അപ്സര സ്ത്രീകള്. അസ്പര സ്ത്രീകളല്ല, അപ്സര സ്ത്രീകള്. ഓ പല ആപ്പും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അപ്പ ആദ്യമായിട്ട് കേൾക്കുക. ഇന്നിപ്പോ ആപ്പിന്റെ കാലാണ് ഇത്. ഞാൻ അത് ആദ്യമായിട്ട് കേൾക്കുക. എനിക്കാണെങ്കിൽ തീരെ പരിചയമില്ലാത്ത സാധനമാണ് ഇത്. ഒന്നും കൂടെ പറയാൻ, അപ്സര സ്ത്രീകള്. അപ്സര സ്ത്രീകള്. അപ്സര സ്ത്രീകള്. അപ്സര സ്ത്രീകള്. അപ്സര സ്ത്രീകള് അല്ലേ? അതല്ല, അപ്സര സ്ത്രീകൾ എന്ന് കൂട്ടി പറയണം. കൂട്ടി പറയുള്ളത് തന്നെ പറയാൻ പറ്റില്ല. എന്നിട്ട് വേണ്ടി ഇനി കൂട്ടി പറയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ അവിടെ ചെന്ന് പറയാം. എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ കണ്ടാൽ മതി. ഓ മതി നിൽക്കേ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അടുപ്പ് ഉറപ്പിട്ട് കുറച്ച് കഴിയുമ്പോൾ മറവി കർശനാണ്. ആ പേര് തന്നെ പറഞ്ഞു. ഒന്നുകൂടെ ചോദിച്ചു. ആദ്യം പറഞ്ഞു എന്താ പോയിട്ട് പോന്നേ? ഞാൻ മറന്നു, പേര് പറഞ്ഞു. നിങ്ങളുടെ ഈ വായ കൊല്ലാത്ത പേരല്ലേ? അല്ലേ? ഒന്നും കൂടെ പറയാൻ. എന്താ? അപ്സരസ്. ഇത് പറഞ്ഞുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അപ്സര സ്ത്രീകള്. അപ്സര സ്ത്രീകള്. അപ്സര സ്ത്രീകൾ. അപ്സര സ്ത്രീകൾ ഭഗവാന്റെ അടുത്തത് എന്താ പറയുന്നത്? ആരാ അവിടെ കാണാവുന്നേ? ഞങ്ങളല്ല, അതൊന്നും മനസ്സിലാക്കി ചില ആൾക്കാരില്ലാന്ന്. പിന്നെ ആരാ വന്നേക്കട്ടെ? അവന് പേര് വല്ലതും പറയണ്ടായോ? പറയണ്ടായി. എന്താണ്? ഭഗവാന്റെ ചോദ്യം കേട്ടോടുകൂടി ആ വാക്ക് ഞാൻ പറഞ്ഞു. അത്രയും പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരുന്ന. പക്ഷേ ആ ഭഗവാന്റെ ചോദ്യം കേട്ടോടുകൂടി ആ വാക്ക് ഞാൻ പറഞ്ഞു. അവൻ എന്താ നീ മേപ്പോട്ട് നോക്കിക്കണേ? എന്താ അവര് പേര് പറഞ്ഞത്? അത് അത് ഓ അത്ര നേരം പറഞ്ഞുകൊണ്ട് വന്ന പേരാ. അതല്ല എടാ, എന്താ പേര് പറഞ്ഞെന്ന് പറയാൻ. അത് അത് ചെല്ല ചെന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വെറുതെ സമയം കളയല്ലേ? ഇല്ല ഓർമ്മ വന്നു. ഓ ആരാണ്? അഭ്യർത്ഥികള. ആര്? അഭ്യർത്ഥികളോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഇങ്ങനത്തെ പേരൊക്കെ. ഇനി കുറച്ച് വിപ്പരത്തികളാവോ? എന്നാ ഭഗവാന് വാസ്തവത്തിൽ മനസ്സിലാവായിക്കൊന്നുമില്ല. അപ്സര സ്ത്രീകളാണ് കൊതകളെന്ന്. എന്തായി ഭഗവാൻ മനസ്സിലായില്ല എന്ന് അഭിനയിക്കണമെന്നല്ലേ? താൻ വിചാരിച്ചത്താണോ ഇവരിപ്പോൾ വന്നേക്കണേന്ന് പാർവതിക്ക് സംശയം തോന്നാണ്ടിരിക്കാൻ ചെയ്ത സൂത്ര. അങ്ങനെയല്ലേ? വലിയ ആൾക്കാർ കുറ്റം ചെയ്താൽ അതിന്റെ ഫലമൊക്കെ ആ ശിക്ഷ അനുഭവിക്കണവരൊക്കെ ചോട്ടിലുള്ളവരോ. അതുകൊണ്ടാണ് ഭഗവാൻ അറിഞ്ഞില്ല എന്നുള്ളതാ. അപ്പൊ ദേവി അടുത്തിരിക്കുന്നവൻ ദേവി എന്തിനാ അവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണത്? എന്താ പാർവതി ബുദ്ധിമുട്ടിക്കണത്? അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പാർവതി ഞാൻ കേട്ടല്ലേ അപ്പഴത്തേന്ന് പറഞ്ഞ ആൾക്കാരെ കുറിച്ചൊന്നും പാർവതി കേട്ടല്ലോ. എന്നാ അവൻ അതല്ല പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞ അപ്സര സ്ത്രീകള് അവിടെ കാണാൻ വന്നിട്ടുണ്ടെന്നാ പറയേണ്ടായത്. അങ്ങനെയാണോ? ദേവി പറഞ്ഞ ആൾക്കാരെ ഞാൻ പറഞ്ഞപ്പോ അപ്പഴത്തികളായതാ. പറയൂ. ഓ എന്താ ദേവി, ദേവിയുടെ ഒരു അനുഗ്രഹം. അല്ലെങ്കിൽ പേര് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നതിന്റെ കാലോട് ഞാൻ വയ്യ കൊള്ളിയാത്ത പേര് പറഞ്ഞു. എന്തോ ദേവി അവിടെ ഉണ്ടായത് ഭാഗ്യം. വേഗം വന്നു. എന്തായി പോയിട്ട് കുറച്ചു നേരം കൂടെ അവിടെ നിർത്താൻ വേണ്ടി എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചത്. അകത്തേക്ക് അകത്തേക്ക് പോവാ. ഞങ്ങൾ പോയിട്ട് വരാം. ഞാൻ പേരും കൊണ്ട് ഈ വഴിക്ക് വരണം. ആ വഴിക്കാണ് പോയാൽ മതി. ഞാൻ പേരും കൊണ്ട് ഒരേ വേണ്ട. വേഗം എല്ലാവരും കൂടെ വന്ന് ഒരു ഭാഗത്ത് മാറി അവിടെ നിന്നു. അപ്പൊ സ്ത്രീകളല്ലേ വരേണ്ടായത്. വേഗം ദേവി അവരുടെ അടുത്ത് എന്നാ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. ആരാത്? ഉർവശി അല്ലേ ആയിരിക്കണത്? എന്നെയൊക്കെ കണ്ടിട്ട് മേനകയുണ്ട്. രംഭയുണ്ട്. ആരാ അടിച്ചിരിക്കുന്നത്? ഗൗതമല്ലേ? അതെ ഗൗതമ. അതെ എന്താ ഇപ്പോ നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങോട്ട് വരേണ്ടായത്? അത് ഞങ്ങള് മാനസം സരസ്സില് സ്നാനം ചെയ്യാനായിട്ട് കുളിക്കാനായിട്ട് പോവാ. അപ്പോൾ ദേവി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേവിയെ കൂടി ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു വന്നതാ. ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ ഇല്ലേന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങള് മാനസം സരസ്സിലെ സ്നാനത്തിന് പോവാണോ? അതെ.
അപ്പൊ എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചറിയാൻ വേണ്ടി വന്നതാ. അതെ, ഞാനും കുറേ കാലമായി വിചാരിക്കുന്നു മാനസ സദസ്സിലേക്ക് പോകണം, മാനസ സദസ്സിൽ പോകണമെന്ന്. പക്ഷേ ഒറ്റയ്ക്ക് അങ്ങനെ പോകാൻ കഴിയില്ല വെച്ചിട്ട്. ഏതായാലും നന്നായി നിങ്ങളുണ്ട്. അതെ, ഒരു കാര്യം കേട്ടോ, ഞാനും വരണ്ട് അവിടെ നിൽക്കും. ഞാനൊന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് വരട്ടെ. അല്ലാതെ എനിക്ക് നിങ്ങളെ പോലെ അങ്ങോട്ട് ഇറങ്ങി പോരാനും പറ്റില്ലല്ലോ. ഒന്ന് ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം എന്ന് വിചാരിച്ചു വേഗം ഭഗവാന്റെ അടുത്ത് ആദ്യം ഇവിടെ വന്നു. അതെ, അപ്പളേ കേക്കണ്ടോ? വിളിക്കുന്ന കേട്ടോ, ഒരാളെ വിളിക്കാൻ തോന്നുന്നു. എന്തോ സാധനത്തിനെ വിളിക്കുന്ന പോലെ ഇല്ലേ? അതെ, നീ അങ്ങനെയാണോ കണക്കാക്കിയാണെന്ന് ശരി കേട്ടോ. എന്താ സ്വതേ ഭാര്യമാര് ഭർത്താക്കന്മാരെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാ. ഈ പേരിന്റെ ആവശ്യം എന്താ ആർക്ക് മനസ്സിലാവും അല്ലേ? അതേ എന്ന് വിളിച്ച അപ്പ ഇത് എന്താ എന്ന് വിളിക്കും. അപ്പളേ എന്ന് വെച്ചാൽ എപ്പോഴാന്നല്ല ചോദിക്കുക, അപ്പോഴും എന്താന്ന് തന്നെയാ ചോദിക്കുക. അല്ലാതെ ഇഷ്ടമായിട്ടുള്ള ഭാര്യയാണെന്ന് വിചാരിച്ച ഏതെങ്കിലും ഭാര്യമാരെ അത്ത് എന്ന് ഭർത്താവേ എന്ന് വിളിക്കാറുണ്ടോ? അത്രയും കാലത്ത് ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടോ അങ്ങനെ? അത് ഞാൻ ആലോചിക്കുക എന്തൊക്കെയാ വിളിക്കണേ. ഓരോ സമയത്ത് ഓരോന്നാ വിളിക്കണത്. സ്വതേ പതിവില്ല എങ്ങനെ എന്താ എന്താ പാർവതി? ഇപ്പൊ അവരെല്ലാവരും കൂടി എന്തിനാ ഇങ്ങോട്ട് വരികയെന്ന് മനസ്സിലായോ? പാർവതി അല്ലേ അവരുടെ അടുത്ത് എന്ന് ചോദിക്കേണ്ടായത്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താ? എന്നാൽ അവരെല്ലാവരും കൂടി മാനസം സരസ്സിലെ സ്ഥാനത്തിന് പോവാനായിട്ട് വന്നതാണ്. അപ്പൊ ഞാനും അവരുടെ കൂടെ ചെല്ലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനും അവരുടെ കൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചപ്പോ ഞാൻ അവരുടെ കൂടെ കുളിക്കാൻ സ്ഥാനത്തിനായിക്കോട്ട് പോക്കോട്ടെ. പാർവതി കുളിക്കാൻ പോകാനൊക്കെ അനുവാദം ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ. ആവശ്യമുള്ള കാര്യത്തിന് അനുവാദം ചോദിക്കില്ല, ഇങ്ങനെയുള്ള കാര്യത്തിന് അനുവാദം ചോദിക്കില്ല. പാർവതിക്ക് അങ്ങനെ അവരുടെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അനുവാദം ചോദിക്കില്ല. പാർവതി പൊക്കോളൂ, അതിനെന്താ വിഷമം? പാർവതി അവരുടെ കൂടെ പോയി മനസ്സിലാക്കി പോയി സ്ഥാനമൊക്കെ കഴിഞ്ഞ് എന്നാലും പൊക്കോളൂ, രാത്രി വരുമില്ല. അയ്യാ, എത്ര വേഗം അനുവാദം തന്നെ. എനിക്കറിയാം, ഞാൻ പറഞ്ഞു പോയിട്ട് വേണല്ലോ. ഇവിടെ ചിലതൊക്കെ എന്തൊക്കെ ചെല്ലുന്നത് എന്ത് ചെല്ലുന്നത് എനിക്ക് യാതൊന്നുമില്ല. പാർവതി പോകണമെങ്കിൽ പോകണം, അവിടെ ഇരുന്നോളൂ. എനിക്ക് നിർബന്ധമൊന്നുമില്ല. പാർവതിക്ക് പോകണമെങ്കിൽ പോകണം. ആയാലും ഞാനിപ്പോൾ വരുന്നില്ല എന്ന് വിചാരിച്ചാൽ അവരെന്താ വിചാരിക്കുക? ഇതിന് കുളിയില്ല, ജപമില്ല, ഒന്നുമില്ലാതെ ഈ നിധി കാക്കണം ഭൂതം പോലെ ഭർത്താവിന് മൊത്തയ്ക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാന്നല്ല വിചാരിക്കുക. പക്ഷേ ഞാനിവിടെ നിന്ന് ഇപ്പം അങ്ങോട്ട് പോയാൽ അല്ല ശരിയാവില്ല. ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പടി ഇറങ്ങിയാൽ അവൾ തലയിൽ കിട്ടിറങ്ങി. അത് പറ്റില്ല. ഇവിടെ ചില കാവലൊക്കെ ഏർപ്പെടുത്താണ്ട് പോയി കഴിഞ്ഞാൽ കാര്യം അപകടവും. ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ എൻ്റെ കാര്യം കഷ്ടത്തിലാവും. ആരെയാ അതിനോടെ കാവൽ നിർത്തണ്ടേ? ആരാ പോണത്? ശാസ്താവല്ലേ പോണത്? അതെ അതെ അമ്മേ. നീ എവിടേക്കാ പോണത്? അമ്മേ, ഞാൻ നായാട്ടിന് പോവാ. എടാ, നീ നായാട്ടിന് പോക്കോ. അത് തന്നെയാണ് നിന്റെ സാധനങ്ങളൊക്കെ മറ്റുള്ളവർ കൊണ്ടുപോകുന്നത്. നീ ഒന്നും നോക്കണ്ട. അത് തന്നെയാണ് നിന്റെ സാധനങ്ങളൊക്കെ മറ്റുള്ളവർ കൊണ്ടു. നീ നായാട്ട് തുറന്നോട്ടോ. അതെ, ഇപ്പൊ നായാട്ടിന് പോകണ്ട. ഞാൻ വന്നിട്ട് ഞാൻ മാനസം സരസിന് കുടിക്കാൻ പോവാ. കുടി കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം പോയാൽ അച്ഛൻ്റെ അടുത്ത് നിൽക്കുക. ഓ, ശാസ്താവ് ഒരു ഭാഗത്ത് വന്നു ഉടനെപ്പായി. ആരാ അവിടെ കാഷായ വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്നത്? സുബ്രഹ്മണ്യനല്ലാതെ? അതെ അമ്മേ. നീ എന്താ അവിടെ നിന്ന് ചെയ്യണത്? നീ കുറച്ചു നേരമായി ഞാൻ നോക്കുന്നു. എന്താ നീ അവിടെ നിന്ന് ചെയ്യണത്? അമ്മേ, ഞാനിവിടെ നിന്ന് രാശി വെക്കുക. എടാ, നിനക്ക് ആ ഇട്ടത്തിരുന്നിട്ട് വേണോ ചെയ്യാൻ? അച്ഛൻ്റെ അടുത്ത് ഇന്ന് പോയി ചെയ്തൂടെ? അപ്പൊ അച്ഛൻ എന്തെങ്കിലും അതിൽ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞില്ലേ? ചെല്ലേ അച്ഛൻ്റെ അടുത്ത് നിൽക്കുക. ഓ, സുബ്രഹ്മണ്യം വേഗം കബഡി സഞ്ചിയും പരിയൊക്കെ വാരി എടുത്ത് ഭഗവാന്റെ വേറെ ഭാഗത്ത് അവിടെ ഒന്നിരിപ്പായി. കാലിയല്ലേ നിൽക്കണത്? അതെ എടി, നിന്നെ കൊണ്ട് ഒരു കിണ്ടി വെള്ളത്തിന് പോയി കൊണ്ടുപോയി തിന്നാനല്ലാതെ കണ്ട് ചെല്ലേ അച്ഛൻ്റെ അടുത്ത് നിൽക്ക്. ഞാൻ കുളി കഴിഞ്ഞു വരണോ ഒരു അച്ഛൻ്റെ അടുത്ത് ഉണ്ടാവണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം. ചെല്ലേ. ഓ, ഭദ്രകാളി ഇവിടെ പോയി പോയി. ഇതൊന്നും കാര്യമില്ല. ഇവരൊക്കെ ഭഗവാനൊന്ന് കണ്ണു തുറപ്പിച്ച് നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഓടിപ്പോവും. വെല്ലുണ്ണി എവിടെയാ പോയിരിക്കണോ? ശ്രീഭാഗവതിയെ. വെല്ലുണ്ണി ഇവിടെ ഉണ്ടായില്ല, ഞാൻ കാണാനുണ്ടായില്ല. മുമ്പിൽ തന്നെ ഇരിക്കുന്നത് ഞാൻ കാണാനുണ്ടായില്ല. എപ്പോഴും കാണാറുള്ള വെല്ലുണ്ണി ഇവിടെ വരൂ. വെല്ലുണ്ണി അമ്മേ, വിശക്കണു. എടാ, നിനക്ക് ഈ വിശപ്പ് കഴിഞ്ഞിട്ട് സമയം കുറച്ച് മുമ്പ് എന്തോ കഴിക്കാൻ കണ്ടൂല വരുന്നത്. ഇപ്പോഴും വിശപ്പ് തുടങ്ങി. അമ്മേ വിശക്ക. അതെ, അമ്മ വിശപ്പിനൊക്കെ പരിഹാരം ഉണ്ടാക്കി തരാം. അമ്മ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തും. അമ്മ കൂടി കഴിഞ്ഞു വരണ വരെ ഇരിക്കണം നിൽക്കുന്ന ഇറങ്ങാതെ കണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അമ്മ കുളി കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ
1000 നാഴി ആയിക്കൊണ്ട് അപ്പം ഉണ്ടാക്കി തരാം. അമ്മേ അപ്പം ഇപ്പൊ ഉണ്ടാക്കി തന്ന അപ്പം നിന്നുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കാം. പിന്നെ അതില്ല അപ്പം കിട്ടുള്ളൂ, ഇപ്പം കിട്ടില്ല. അല്ല കുളി കഴിഞ്ഞു വന്നാൽ തരുമോ? തരും. ആ എന്നാ ഞാൻ അവിടെ ഇരിക്കണ്ടേ? ഞാൻ ഇരുത്താമെന്ന് വേഗം ശ്രീ മഹാഗണപതി എടുത്ത് ഭഗവാനെ മാട്ടിയിട്ട് ഉറങ്ങോടി. ഇനി മറ്റുള്ളവരൊക്കെ പോയാലും അത് പോവില്ല, അത് ഉറപ്പിച്ചു വെച്ചാൽ അതിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ട് നിർത്തിയതേ. അവിടെ ഇരുത്തി ഇവനെനിക്ക് കുളിക്കാൻ പോകാൻ, കുളിച്ചു വരാനുള്ള സമയമായിട്ടുണ്ട്. അതെ സ്ത്രീകളെ, നീ താമസിക്കേണ്ട, പോകാൻ വേണ്ടി നിൽക്കല്ലേ? പുറപ്പെട്ടോളൂ, പോവാൻ കുറേ നേരമായി എപ്പോഴാ പോകേണ്ടത് നോക്കിക്കൊണ്ട് നിൽക്കാം. അല്ലേ സ്ത്രീകളെ, പുറപ്പെട്ടോളൂ, നീ നിൽക്കണ്ട, പോകാൻ കുളിക്കാൻ പോവാ. നീ വസ്ത്രമൊക്കെ ഇട്ട് കുളിക്കാൻ പോകുമ്പോ ഗോരുത്തമ്മയെത്തിയപ്പോ ഭൃംഗീരടി ഇവിടെ നിൽക്കണ്ട. അതെ ഭൃംഗീരടി, ഇവിടെ അങ്ങനെ നിന്നാൽ മാത്രം പോരാട്ടോ, ഇടയ്ക്ക് അകത്തേക്കും കൂടെ ഒരു കണ്ണു വേണം. ഇത്രയും പറഞ്ഞാൽ അവന് കാര്യം അറിയാം. കുറച്ച് കാലമായി അവനവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുളിക്കാനായിട്ട് പോവുകയും ചെയ്തു. ഭഗവാൻ ഈ സ്വർഗസ്ത്രീകളെ വരുത്തി പാർവതി അടുത്തത് പോയിട്ട് വേണം ഗംഗയെ സന്തോഷിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയൊക്കെ ചെയ്തത്. ഇപ്പോൾ കേമൈ അത് മക്കൾ 4 ദിവസത്തിൽ നിന്ന് മുഖത്തേക്ക് നോക്കിയിട്ടുണ്ട്. ഭാര്യയെ സന്തോഷിപ്പിക്കാൻ പറ്റിയ സമയം. എന്താപ്പോ എല്ലാവരും എന്നെ 4 ഭാഗത്തും വന്നിങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് ശ്വാസത്തിന്റെ ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ഇങ്ങനെ ശ്വാസത്തിന്റെ ഒക്കെ തുടങ്ങുമ്പോഴാണ് മക്കൾ 4 ദിവസം വന്ന് നിൽക്കുക. കണ്ടാ സ്നേഹം കൊണ്ടാന്ന് തോന്നുന്നു. ഇത് എപ്പോഴാ കഴിയണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിൽക്കണേ. അതെ ആരാ ശാസ്താവല്ലേ നിൽക്കുന്നത്? അതെ. അച്ഛാ നിൽക്കുന്ന നായാട്ടിന് പോകാനൊന്നുമില്ലേ? അമ്മ പറഞ്ഞു നായാട്ടിന് പോകണ്ട. വേണ്ട, അല്ലെങ്കിൽ തന്നെ കാട്ടിലുള്ള മൃഗങ്ങളെ ആനയും പുലിയൊക്കെ പുറത്തേക്ക് വന്ന് ജനങ്ങളെ ഉപദ്രവിക്കണ്ടെന്നാ കേൾക്കുന്നത്. അതെ വേണ്ട വേണ്ട, പോക്കോ നായാട്ടിന് പോക്കോ. ഓ അമ്മ പറഞ്ഞു പോകണ്ട, അച്ഛൻ പറഞ്ഞു പോക്കണം, എന്താ പോകും. ശാസ്താവ് ആ വിളിക്കാൻ പോയി. ആരാ ഭദ്രകാളിയല്ലേ നിൽക്കുന്നത്? അതെ അച്ഛാ. എന്താ നിനക്ക് വേറെ പ്രവൃത്തിയൊന്നുമില്ലേ? അമ്മ പറഞ്ഞു കുളി കഴിഞ്ഞു എന്നെ വരെ അച്ഛൻ്റെ അടുത്ത് ഉണ്ടാവണം, അച്ഛൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുന്ന. അപ്പൊ തൽക്കാലം ആവശ്യമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, അപ്പൊ വന്നാൽ മതി, പോക്കോ. ഓ ഭദ്രകാളി ആ വിളിക്കാൻ പോയി. ആരാത്? സുബ്രഹ്മണ്യനല്ലേ അത്? അതെ അച്ഛാ. എന്താ നീ അവിടെ ഇരിക്കുന്നത്? അച്ഛാ ഞാനിവിടെ നിന്ന് ഗണിക്കുക. എന്താ ഗണിക്കുന്നത്? അച്ഛൻ്റെ ജാതകം. ഒക്കെ കഴിഞ്ഞ് അതുമ്മയായില്ലേ നിന്റെ പ്രയോഗം? ഭക്തിയുള്ളവരൊക്കെ കഴിഞ്ഞ് എന്റെ ജാതകത്തുമ്മയായി. അതെ നിനക്ക് ഗണിച്ചിട്ട് എന്താ ഫലം കിട്ടേണ്ടായത്? അച്ഛാ അതിപ്പോ പറയാം എന്ന് പറഞ്ഞു വേഗം ആ സഞ്ചിയിലുണ്ടായതിൻ്റെ എല്ലാം കൂടെ കുറഞ്ഞ് വെളിയിലേക്ക് ഇട്ടു. കുറച്ച് കാര്യം അകത്തേക്ക് ഇടും. ഇപ്പം ആവശ്യമുള്ള പുറത്തേക്ക് ഇട്ടാൽ അങ്ങനെയല്ല, ആദ്യം മുഴുവൻ വഴിയിടും, അതിനെ കുറച്ച് അകത്തേക്ക് വഴിയിടും. ഇത് കഴിഞ്ഞാൽ തവള തല്ലി കൊന്ന പോലെ വലിയ സാധനങ്ങളുണ്ട്. അതൊക്കെ ആ പലകയുടെ 4 വശത്തും പെറുക്കി വെക്കും. ഇത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ആ ചെറിയ സാധനങ്ങളെല്ലാം കൂടെ പലകയുടെ ഭാഗത്തിട്ടിട്ട് കുറച്ച് ഉറ്റിപ്പിട്ടുണ്ട്. വാരണം കോരണം, ചക്കിലിട്ടാട്ടണം, വാരണം കോരണം, ചക്കിലിട്ടാട്ടണം. കുറച്ച് നേരം ഉറ്റിപ്പെടുത്തേ. അത് കഴിഞ്ഞാൽ പങ്കുവെച്ച് തുടങ്ങി. അച്ഛനെ, മുത്തച്ഛനെ, മുത്തച്ഛനെ, ചെറിയച്ഛനെ, ആ ചെറിയച്ഛനൊക്കെ പെറുക്കി വെക്കുക വേണം. ഇത് കഴിഞ്ഞാൽ ഗണിക്കാൻ തുടങ്ങി. എങ്ങനെയാ ഗണിക്കലേന്നല്ലേ? വർഷത്തിൽ നിന്ന് വർഷം പോയി, പിന്നെ മാസത്തിൽ നിന്ന് മാസവും പോയി, അതും പോയി, ഒക്കെ പോക്കളൊന്നും വരവില്ല. ഇത് കഴിഞ്ഞാൽ കണ്ണടച്ച് കയ്യും കെട്ടി ഇങ്ങനെ ഇരിക്കണതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെന്താ വിചാരിക്കുക? ഫലം പറയാൻ പോകുന്നല്ലേ? ഒന്നുമല്ല, ഈ കണ്ണടച്ച് വിചാരിക്കണത് എന്താല്ലേ? കയ്യിലുണ്ടായെന്നൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ എത്ര കയ്യിൽ കിട്ടാന്നാ വിചാരിക്കണം, അല്ലാതെ പ്രത്യേകിച്ച് ഫലം പറയാനൊന്നുമില്ല. അപ്പോ നിനക്കേ നിനക്ക് ഗണിച്ചിട്ട് ഫലം കിട്ടേണ്ടായോ? എന്താ കിട്ടേണ്ടായത്? അച്ഛനെ ഇറങ്ങി നടക്കാൻ യോഗമുണ്ടെന്നാ. ഹോട്ടെ എന്തിനാ കരയുന്നത്? അച്ഛൻ വളരെ ബുദ്ധിമുട്ടിയ കാര്യം അച്ഛൻ ശരിയാവാണ്ട പോട്ടെ എന്ന് പറഞ്ഞു. അതെ ഒരു കാര്യം കരയണ്ട, എന്നെ വിചാരിച്ച് ഒപ്പിച്ച് ഒക്കും. ഇന്നും അതിന്റെ കാര്യം അങ്ങനെ തന്നെയാ. ഒപ്പിച്ചാൽ ഒക്കെ ലൊക്കലായിട്ടുണ്ടാവില്ല. വേണം നോക്കിക്കോളൂ. ഇങ്ങനെയുള്ള കാരുടെ അടുത്ത് പോയാൽ ഒരു കാര്യം നേരിയാവില്ല. പോണേക്കാൾ പ്രസവമായിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതോ